അപ്പൊ KPCCയുടെ പുതിയ ടീമിനെ പറ്റി എന്താ പൊതുവെയുള്ള ഒരു അഭിപ്രായം? കേരളത്തിൽ നിന്ന് നല്ല പ്രതികരണമാണ് നമ്മളുടെ നേതൃനിര. അപ്പൊ പഴയ നേതാക്കൾക്ക് നിരാശയൊന്നുമില്ലല്ലോ? എനിക്ക് നിരാശയുണ്ട്, സ്വാഭാവികം. ഇതിനാ മറച്ചു വെക്കുന്നു. നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? എനിക്ക് നിരാശയുണ്ട്. നിരാശ തീർന്നിട്ടില്ലട്ടോ, ഒന്നും അവസാനിക്കുന്നില്ലല്ലോ. അവസാനിക്കണില്ലേ? മൂപ്പര അവസ്ഥ ഇപ്പൊ എന്താ മുരളിയേട്ടാ? ചില പ്രയാസങ്ങൾ സൂചിപ്പിച്ചു. പാവം, ഇങ്ങനെ പ്രയാസം വരുമ്പോ മൂപ്പര എന്താ ചെയ്യണത്? അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചു, എനിക്ക് മധുരം തന്നു, എനിക്ക് ഷാളണിയിച്ചു. തിരുവനന്തപുരത്ത് എന്നെ പ്രസംഗത്തിന്റെ സമയത്ത് കെട്ടിപ്പിടിച്ചു, കസേരയിൽ ഇരുത്തി, എൻ്റെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ചു. കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി, നോവിൻ കടലിൽ മുങ്ങി തപ്പി മുത്തുകൾ ഞാൻ വാരി, മുള്ളുകളെല്ലാം തേന്മലരാക്കി മാറിലണിഞ്ഞു ഞാൻ. ഇതൊക്കെ കണ്ടിട്ടും വേറെ ആർക്കും ഒരു പ്രയാസമില്ലേ? ഒരുപാട് പ്രവർത്തകന്മാർക്ക് അതിൽ പ്രയാസമുണ്ട്. ഇങ്ങനെ പ്രയാസപ്പെടുത്തി നിങ്ങൾക്ക് പ്രസിഡന്റ് ആവണ്ടീന്നോ സണ്ണിയേട്ടാ? ഞാൻ വന്നതിൽ നല്ല സന്തോഷമുണ്ട്. അപ്പൊ സന്തോഷമുള്ള ഒരു ടീമും സന്തോഷം ഇല്ലാത്തൊരു ടീമും ഉണ്ട് അല്ലേ? അവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസം പറയേണ്ടിടത്തവർ പറയുന്നുണ്ട്, അറിയിക്കേണ്ടവർക്ക് കത്തയക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു പൊട്ടലും ചീറ്റലും ഉണ്ടാവും അല്ലേ? പാർട്ടിക്കകത്ത് എന്തെങ്കിലും ഉരുൾപൊട്ടലെന്നോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നൊന്നും അതിന് അർത്ഥമില്ല. എന്നാലും ഇതിന്റെ പിന്നില് ആരെങ്കിലും കളിച്ചിട്ടുണ്ടാവോ? അതിന്റെ പിന്നിലുള്ള ആളുകളെയൊന്നും കണ്ടെത്താൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. അപ്പൊ പിന്നിൽ ആരോ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾക്ക് ഉറപ്പാണ് എന്ന് വിശ്വസിക്കുന്നു ഞാൻ. അപ്പൊ പിന്നില് കളിച്ചവരുണ്ട്. ഉണ്ടാവാം. അപ്പൊ ഇത് കുറെ കാലായിട്ടുള്ള കളിയായിരുന്നു അല്ലേ? ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. ലോങ് ജേർണി ആൻഡ് ലോങ് ഡിസ്കഷൻ. എന്നാലും കുറേ കാലം ഇങ്ങനെ ചർച്ച ചെയ്ത് പ്ലാൻ ഇട്ട് നിങ്ങളങ്ങനെ കറിവേപ്പിലെടുത്ത് കളയണ പോലെ കളയാന് എന്തായിരുന്നു ഇപ്പോൾ ഒരു കാരണം? പക്ഷേ വ്യക്തികൾക്ക് അവരവരുടെ ഒരു സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് മുഖവില കൊടുത്താൽ അത് രക്ഷയില്ല. പിന്നെ ആ ഭാഗത്തേക്കേ പിന്നെ പോവുള്ളൂ. അവർക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടാവും, അവർക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഇത് പോകണമെന്നൊരു താല്പര്യമോ അവർക്ക് മനസ്സിലുണ്ടാകും. അപ്പം അങ്ങനെ താല്പര്യമുള്ളവരുടെ പരിപാടിയായിരുന്നു ഇതല്ലേ? സ്വാഭാവികമായും അതിനു വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇതൊക്കെ. അല്ല, നിങ്ങൾക്ക് ആരെങ്കിലും സംശയം ഉണ്ടോ? സംസ്ഥാന അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു നേതാവ് ഇനി നീ എങ്ങാനും അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ. ആരാണ്? നിങ്ങൾ ധൈര്യമായിട്ട് പറയും. പറയില്ല. വേറെ ആർക്കെങ്കിലും വല്ല സൂചനയുണ്ടോ? ഇപ്പൊ എന്താണ് അവരുടെ അവസ്ഥ എന്നെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ വന്നതിൽ നല്ല സന്തോഷമുണ്ട്. മുരളേട്ടാ, സണ്ണിച്ചേട്ടൻ വന്നതിൽ സന്തോഷമുള്ളതും എന്നാ സുധാകരേട്ടൻ തുടരണ്ടെന്ന് ആഗ്രഹിച്ച നേതാക്കൾ ആരൊക്കെയാണ്? ഞങ്ങളൊക്കെ അന്ന് അദ്ദേഹം തുടരണം എന്ന് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരുന്നു. നിങ്ങൾ മാത്രമല്ല, മൂപ്പരെന്നെ നേരിട്ട് പോയിട്ടും പറഞ്ഞിട്ട് കേട്ടിട്ടില്ലല്ലോ. അല്ല സുധാകരേട്ടാ, നിങ്ങൾ അതിന് ശേഷം പിന്നെ നേതാക്കളൊന്നും പോയി കണ്ടില്ലേ? ഞാൻ പിന്നെ ദേശീയ നേതാക്കളെയൊന്നും കാണാൻ ഞാൻ പോയിട്ടില്ല. അല്ല, അന്ന് നിങ്ങൾ രണ്ടാളെ പോയി കണ്ടിരുന്നല്ലോ, ഒരു കാര്യം ഉണ്ടായില്ല അല്ലേ? തീരുമാനമെടുക്കേണ്ട രണ്ടാളുകളാണ് ഞാൻ സംസാരിച്ചത്. അവർക്ക് അതിൻ്റെ അകത്ത് അതിൽ ഉറച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. സാധിച്ചിരുന്നുവെങ്കിൽ ഈ തീരുമാനങ്ങളൊന്നും ഉണ്ടാവുകയില്ല. ദേശീയ നേതാക്കൾക്ക് തന്നെ നിങ്ങളോട് പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റണില്ലെങ്കിൽ നിങ്ങൾ ഇനി എന്താ ചെയ്യുക? ഇനി എന്ത് എന്ന് ചോദിച്ചാൽ ഗോ വിത്ത് മൈ ഗോൾ. ഗോ വിത്ത് മൈ ഗോൾന്ന് എന്ത് ലക്ഷ്യത്തിൻ്റെ പിന്നാലെ പോവാന്ന് കാത്തിരുന്ന് കാണാം.